ചില പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നു. അപ്പം വിമർശകരെ സംബന്ധിച്ച് അവർ വളരെ സന്തോഷത്തിലായിരുന്നു. പുതിയ സിനിമകൾ ഒക്കെ റിലീസായി കഴിയുമ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ അത് വല്ലാതെ ബാധിക്കും, തുടരും സിനിമ വാഷ് ഔട്ടായി മാറും എന്നൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും നേരെ തിരിച്ചാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടരും സിനിമയെ ഈ പുതിയ ചിത്രങ്ങളുടെ ഒന്നും വരവ് ബാധിക്കത്തില്ല. അത് എത്ര സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ പോലും തുടരും ചിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ 29ാമത്തെ ദിവസം ഇത് 70 ലക്ഷം കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നു. അങ്ങനെ 114 കോടി 70 ലക്ഷത്തിലേക്ക് തുടരും എന്ന സിനിമ ഇന്നലെ കൊണ്ട് കേരളത്തിൽ കളക്ഷൻ കടന്നിരിക്കുകയാണ്. ഇന്നുകൊണ്ടത് 115 കോടിയിലേക്ക് കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പം വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ഇന്നലെ ഞാൻ പുറത്ത് വിട്ടിരുന്നു. 229 കോടി 25 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ വരെ. ഇന്നലെയും നമ്മൾ ഒരു 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള 1 കോടി 1.5 കോടി റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 230 കോടിക്ക് മുകളിലുള്ള തുക വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഇന്നലെ കൊണ്ട് നേടിയിട്ടുണ്ട് എന്നതിനെ ഏകദേശം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 136 കോടി 25 ലക്ഷവും ഓവർസീസ് കളക്ഷനായി 93 കോടി രൂപയും കാണിക്കുന്ന ഈ ചിത്രം ഇപ്പോഴും ടിക്കറ്റ് ബുക്കിങ്ങിൽ 1180 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റ് 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അതിശയകരമായൊരു കാര്യമാണ്. പുതിയ സിനിമകൾ വന്നിട്ടും ഈ ചിത്രത്തിൻ്റെ റിലീസുകളൊന്നും തന്നെ തുടരും എന്ന ചിത്രത്തെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. ഈ കളക്ഷനും ടിക്കറ്റ് ബുക്കിങ്ങിലെ ഈ വളർച്ചയൊക്കെ നമുക്ക് കാണിക്കുന്നത്. തുടരും സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ